എത്ര വർഷമായി ജോയിൻ ചെയ്തിട്ട്? 5 വർഷം. 5 വർഷമോ? രാജി നടന്നോളൂ, ഞാൻ വരാം. ശരി. ഞാൻ വന്നത് ഇയാളെ ഒന്ന് കൺഗ്രാചുലേറ്റ് ചെയ്യാനാ. ഇയാളെ തന്നെ. മുഖം ഒന്ന് ഉയർത്തിക്കേ. കുട്ടിക്കളിയാവാം, പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. ഫാദർ എന്താ പറഞ്ഞെന്നറിയോ? മേലാൽ ആ പിള്ളേർക്ക് വേണ്ടി എന്റെ അടുത്ത് വന്നേക്കരുതെന്ന്. മനസ്സിലായോ? അതിന് ഞാൻ ഇപ്പോ നിങ്ങൾ ക്ലാസ്സിൽ റാങ്ക് ആരൊക്കെയാന്നാ കേട്ടത്? തെമ്മാടത്തരത്തിനുണ്ടോ ഫസ്റ്റ് റാങ്ക്? സ്കൂളിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ കിടക്കുന്നു. നല്ലൊരു മ്യൂസിക് ട്രൂപ്പ് ഉണ്ടാക്കാം, ഡാൻസ് ട്രൂപ്പ് ഉണ്ടാക്കാം, യൂത്ത് ഫെസ്റ്റിവലിൽ സ്ഥിരം ചാമ്പ്യൻഷിപ്പും വാങ്ങാം. വേണ്ടേ? നോക്ക്, എല്ലാരോടും ആയിട്ടാ പറയുന്നേ. കുരുത്തക്കേടിന് കൂട്ടു നിൽക്കാൻ ഇനി എന്നെ കിട്ടില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടാന്ന്. എടാ ഇങ്ങനെ സംഭവിക്കും ഞാൻ വിചാരിച്ചോ? എന്നാലും ഇത്രയും വേണ്ടായിരുന്നു. നീയും കൂടെ പറഞ്ഞിട്ടല്ലേ ആ ഫാദറിനോട് ചെറിയ ഡോസ്. നമ്മൾ എത്ര കാലമായി പ്ലാൻ ചെയ്യുന്ന. എന്നാലും വന്ന് എത്തിയ ഉടനെ ആ മിസ്സിനെ കൂടെ വേണ്ടായിരുന്നു. നമ്മളോട് വളരെ ഫ്രണ്ട്ലി വന്നപ്പോ നമ്മൾ ഇങ്ങനെ പെരുമാറിയത് ഏതായാലും നന്നായില്ല. മിസ് പ്രൊട്ടക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു സ്ഥിതി. ഇനിയിപ്പോ എന്താടാ ചെയ്യുക? നമ്മളൊക്കെ മിസ്സിന്റെ ബാഡ് ലിസ്റ്റിലാവും. ഷുവറാ. ഒരു വഴിയുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാൻ നീയൊക്കെ റെഡിയാണോ? ഞാൻ ഏതായാലും റെഡി. ഗുഡ് മോർണിംഗ് മിസ്. എവിടെ? അകത്തുണ്ടോ? ആര്? ഇങ്ങോട്ടിപ്പോ വരുന്നില്ലല്ലോ. അകത്ത് കേറ്റുകയില്ല. ഭയങ്കര സാധനങ്ങളാ. കുട്ടി ഏതാ? ഞാൻ മഞ്ജു, കണ്ണന്റെ സിസ്റ്ററാ. ഞാൻ മിസ്സിനൊരു സമ്മാനം കൊണ്ടാ വന്നത്. എനിക്കോ? ഒരാള് തന്നു വിട്ടതാ. അതാരാ ഒരാള്? ശരി, സമ്മാനം എവിടെ? കണ്ണേട്ടൻ തന്നു വിട്ടതാ. ഓ, ആ ചട്ടമ്പികളുടെ വക്കാലത്തുമായിട്ടാ വരവല്ലേ? കൊള്ളാമല്ലോ. എന്താ അവര് പിടിച്ച് തിന്നുവോ? ആ, എന്നിട്ട് എവിടെയാ വാൽമാക്രികള്? അവിടെ നിക്കാ. പാവങ്ങളാ. അയ്യടാ, നീ കൊള്ളാമല്ലോ. ഏട്ടന് പറ്റിയ പെങ്ങള് തന്നെ. നല്ല കുട്ടികളാന്നേ. ആ, ചെന്ന് പറ, ചെയ്ത തെമ്മാടിത്തരത്തിനൊക്കെ എന്റെ വക നല്ല ശിക്ഷയുണ്ടെന്ന്. അങ്ങനെ പെട്ടെന്ന് അങ്ങ് ക്ഷമിക്കാൻ പറ്റുമോ? അവരിങ്ങോട്ട് വിളിക്കട്ടെ? വേണ്ട, ഞാനങ്ങ് വരുന്നു. അയ്യോ, എന്നാ ഞാൻ പോട്ടെ. എന്റെ അമ്മോ. ഇതുവരെ റെഡി ആയില്ലേ ഭവാനി? നമുക്കിറങ്ങാം. എങ്ങോട്ട്? ഷോപ്പിങ്ങിനല്ലേ? സാധനങ്ങളൊക്കെ അതിന്റേതായ രീതിയിൽ സെലക്ട് ചെയ്യണമെങ്കിൽ ഞാനും കൂടെ വേണം. അയ്യോ, എല്ലാരും കൂടെ പോയാൽ എങ്ങനെയാ? പകല് പോലും കള്ളന്മാരുടെ ശല്യമാ. ഒരു പട്ടി കൂടെ ഇല്ലാത്ത വീടല്ലേ? എല്ലായിടത്തും ഒരു കണ്ണ് വേണേ ഡാർലിങ്. നിമ്മി മോളെ, നിമ്മി മോളെ, ഹരിയ മോളെ. ഞാൻ റെഡി, പോകാം. എനിക്കിത് നല്ല ചേർച്ചയാ ഇല്ലേ മോളെ? ചന്തേരി സിൽക്കാ. ഇതിന്റെ ഒരു ബോർഡർ അല്ലേ? സൂപ്പർ. ആന്റിക്ക് ഇപ്പൊ ഒരു 20 വയസ്സെങ്കിലും കുറഞ്ഞ പോലെ ഉണ്ട്. റിയലി? അല്ലെങ്കിലും എനിക്ക് എത്രയായിരുന്ന മോടെ വിചാരം? പ്രായമുള്ളവരുടെ കൂടെ നടക്കുമ്പോ എനിക്കും അങ്ങനെ അങ്ങ് തോന്നുന്നതല്ലേ. ഞങ്ങൾ തമ്മിൽ 20 വയസ്സിന്റെ വ്യത്യാസം. 20 years. ഇതേ സംസാരിച്ച് നിൽക്കാതെ വേഗം ഇറങ്ങിക്കോളൂ ഭവാനി. ഇപ്പൊ തന്നെ നേരെ ഒരുപാടായി. സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ എടുത്തിട്ടില്ലേ നിമ്മോളെ? അല്ല, അങ്കിള് വരുന്നില്ലേ? ഷോപ്പിങ്ങിന് ലേഡീസ് ആണ് കറക്റ്റ്. ആ വാതിലൊക്കെ അടച്ചേക്കണേ. കണ്ണ് തെറ്റി അകത്ത് കയറുന്ന കുറെ കള്ളക്കൂട്ടങ്ങളില്ലേ പുറത്ത്? വാ മോളെ. ഷുവർ ഷുവർ. ഈ വായി നോക്കിയുടെ കാര്യം. ഹായ് മിസ്. ആഹാ,
എവിടെയാ തെമ്മാടികള്? ദേ കാണട്ടെ കാണട്ടെ, എല്ലാരും ഒന്ന് ശരിക്ക് കാണട്ടെ. നീ വാ മോളെ. എന്തൊക്കെയാ പുതിയ ഓപ്പറേഷൻ? ഹേ ഞങ്ങള് വെറുതെ അങ്ങനെ വെറുതെ എന്നാ പറ്റില്ലല്ലോ. ഉം? നടക്ക് നിമ്മി മോളെ. ഈ പിള്ളേരോട് കിന്നാരം പറഞ്ഞോണ്ട് നിന്ന അവരും കൂടെ വന്നോട്ടെ ആന്റി. സാധനമൊക്കെ എടുക്കാൻ ആള് വേണ്ടേ? മോക്ക് ഇവന്മാരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൂടാത്തോണ്ടാ. ദേ കുഴപ്പമുണ്ടാക്കുവോ? ആന്റി പറയുന്ന ഒക്കെ അനുസരിച്ചോണം. അതിങ്ങ് തന്നേരാ ആന്റി. ഛേ, മാറി നിക്കേക്ക, ഡിസ്റ്റർബ് ചെയ്യാതെ. ഉം. നിങ്ങളൊക്കെ ചേർന്ന് ആന്റിക്ക് ഒരിക്കലും സ്വൈര്യം കൊടുക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടല്ലേ ആന്റിക്ക് നിങ്ങളോട് ഇത്ര സ്നേഹം. ഏയ് ആന്റിയെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടാ. ആന്റിയുടെ അത്രയും തഴച്ചു വളർന്ന തലമുടി വേണമായിരുന്നു അമ്മ എപ്പോഴും പറയല്ലോ. അമ്മയ്ക്ക് വലിയ ഇഷ്ടാ. ആന്റി ആരോടും മിണ്ടാ വരാഞ്ഞിട്ടല്ലേ? ഓ, മോളുടെ അമ്മ ശരിക്കും അങ്ങനെ പറഞ്ഞോ? ഒരിക്കലല്ല, ഒരു 100 തവണ. ആന്റി എന്തിനാ തേക്കണമെന്ന് ചോദിക്കണമെന്ന് അമ്മ എന്നോട് എപ്പോഴും പറയല്ലോ. ഡാബരാ നൈസ് ഗേൾ.